കാലാൽ തട്ടിവിട്ട കേളിപ്പന്ത് പോലെ വാനിൽ പൊന്തി വന്നു സൂര്യൻ മേഘമെന്ന ജാലം മേലെ വന്ന് വീഴുന്നു തുടി പോലുയർന്നു കേട്ടു ഇടനെഞ്ചിലുള്ള താളം വിജയികൾ ഇവരുടെ വരുതിയിൽ വരും ഇനി ഭൂമി എന്ന ഗോളം. അത് നമ്മളെ ഫൈറ്റ് ചെയ്യിപ്പിച്ച മാസ്റ്റർ രാജശേഖർ നാടോടികളൊക്കെ ചെയ്താൽ റിയൽ ഫൈറ്റ് വേണം അദ്ദേഹത്തിന്. റിയൽ ഫൈറ്റിന്റെ ആളാണ്. ഒട്ടും എന്താ പറയാ ട്രിക്സോ ഒന്നും വേണം. അടിച്ച് ചവിട്ടുവാണെങ്കിൽ ശരിക്കും ചവിട്ടിക്കും. ഞാനത് ജീവിതത്തിൽ ആദ്യത്തെ ഫൈറ്റിനോട് നമ്മളെല്ലാം ഒന്ന് പേടിച്ച് മാറിക്കാം. ബിജീഷ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളായിട്ട് സിംബോളിക് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഹെഡ് ചെയ്യുന്ന ഒരു സംഭവം ബിജീഷായിട്ട് മറ്റേ ആ വില്ലന് ഒരു ഹെഡ് ചെയ്യുന്ന ചെയ്തു. ആദ്യം ജസ്റ്റ് ടച്ച് ചെയ്ത് വിട്ടു, സൗണ്ട് കേട്ടില്ല. പുള്ളി ഒരു ഈ രാജശേഖർ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം ഫൈറ്റ്, അങ്ങനെ പറയുന്ന കക്ഷിയാണ് രാജശേഖർ മാസ്റ്റർ. അപ്പൊ രാജശേഖർ മാസ്റ്റർ എന്റെ അടുത്ത് വന്നപ്പോ ഏയ് നമ്പോ ഇത് ഓ തല ഇത് അവർ തല இந்த சத்தம் இங்க கேட்கணும்னு പറഞ്ഞപ്പോ இந்த சத்தம் சார் கேக்குது അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അപ്പോ ഈ ഫൈറ്റ് തല അടി വാങ്ങിക്കാൻ നിൽക്കുന്ന ആള് ഏയ് അവർ അപ്പിയെല്ലാം സുടുവാரு പണിയാതാ ഈ ഫൈറ്റ് നിൽക്കണത്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ഒന്ന് തൊട്ട് വിട്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. അപ്പൊ ഫൈറ്റ് മാസ്റ്റർ കൊണ്ട് പറഞ്ഞു ഉങ്ങിട്ട് എന്നാ சொன்னாரு இந்த சத்தம் வரும் அது கேட்கல എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈ ഫൈറ്റർ തന്നെ പറഞ്ഞു എപ്പിയാൽ ഒരു തരം തന്നെ പണ്ണുക എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആക്ഷൻ പറയുമ്പോ ഞാൻ ശരിക്കും ഒരൊറ്റ ഇളകി മൂപ്പിനെ ഇളകി എന്റെ തലകറങ്ങി ഞാൻ ഇങ്ങനെ പിടിച്ചു. ഈ ഫൈറ്റർ ട്രെയിൻഡ് ആണ് ഇങ്ങനെ പിടിച്ചൊരു 5 മിനിറ്റ് വരുന്നു. അവിടെയാണ് ആൾക്ക് പിന്നെ ആളെ കംപ്ലീറ്റ് റിലേ കട്ടായി. ഒരു 10 മിനിറ്റിന് മുമ്പ് യാര് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. നോക്കിയപ്പോ ഇവിടെ മോഡാ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം നിങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ജാടാക്കാന്നാ തോന്നിയത് ഈ കൂട്ടത്തിൽ ഏറ്റവും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് അമീർ ജാടയെന്ന് പറയുന്നത്. അമീർ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നതിന്റെ കളിയാക്കൽ തുടങ്ങിയത് അമീറിൽ നിന്നാണ്. ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ രാജുചേട്ടൻ വന്നിട്ട് സിഗരറ്റ് കുടിക്കാൻ വേണ്ടി സിഗരറ്റ് കത്തിക്കും. അപ്പൊ അമീറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇത് ഹോസ്പിറ്റലിൽ ഇവിടെ സിഗരറ്റ് കുടിക്കാൻ പാടില്ല എന്നറിയില്ല എന്നൊരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി ആ സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞ പ്രാവശ്യം ആരും വേണ്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എല്ലാവരും നിൽക്കാം. അപ്പൊ രാജേട്ടൻ സിഗരറ്റ് കഴിക്കും. ഇതൊരു ഹോസ്പിറ്റലിൽ ഇവിടെ പോയിട്ടില്ലെന്നറിയില്ലേ ഈ സാധനം സിനിമകളാണ്. ഈ സാധനം കറക്റ്റ് ആയിരിക്കും. അന്ന് അവിടെ തുടങ്ങി അവരുടെ പണി. ആക്ച്വലി സംഭവം അതല്ല, ഡയലോഗ് ഒക്കെ ഇതൊരു ഹോസ്പിറ്റലേ ഇവിടെ പുകഴിയാൻ ഈ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ് ചാക്കോച്ചൻ ഇമിറ്റേറ്റ് ചാക്കോച്ചൻ ഹോസ്പിറ്റലേ ഇവിടെ പുകഴിക്കാൻ പാടില്ലെന്നറിയല്ലേ. ഞാനൊന്നും പറയുന്നില്ല. Okay, since it's like gonna be 6, we'll conclude the whole session. But before that, I would like each one of you to tell about the movie and what do you feel for the movie. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതൊരു വലിയ ലക്കിയാണ്. മീൻസ് ജോഷി സാറിന്റെ ഫിലിം എന്റെ സെക്കൻഡ് ഫിലിമാണത്. അപ്പോൾ ഇത് എനിക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇതിലോ ഇനിയിപ്പോൾ റിലീസായി കഴിയുമ്പോൾ നന്നായിരിക്കും എനിക്ക് പ്രതീക്ഷ. ഞാൻ വീണ്ടും പാസ്. ഇല്ല, അത് അത്രേ ഉള്ളൂ. ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ബാക്കി നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവണം. ഇതുപോലെ ഉള്ളതുപോലെ കളിയാക്കില്ല. അമീർ പറഞ്ഞ പോലെ തന്നെ ജോഷി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഭാഗ്യം. പിന്നെ ഈ സിനിമ ഞങ്ങളുടെ എല്ലാവരുടെയും കാരിയർ, പ്രത്യേകിച്ച് അമീറിന് എൻ്റെയൊക്കെ കാര്യം ഞങ്ങളുടെയൊക്കെ വളരെ തുടക്കം സ്റ്റേജാണ്. ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ആണ് കാര്യം. ഇനിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും.
ഇതൊക്കെ എനിക്ക് പറയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫുള്ളി എനർജി പാക്ക് മൂവിയായിരുന്നു. ഈ സെവൻ സ്റ്റാർ സിനിമ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് എന്താ പറയാ, ഈ യൂത്ത് വെച്ചിട്ട് ജോഷി സാർ എടുക്കുന്ന സിനിമയാണ്. അപ്പൊ എന്താ പറയാ, ഈ സിനിമ ഹിറ്റ് ആയ ഡെഫിനറ്റ്ലി ഇതൊരു മലയാളത്തിൽ പുതിയ ട്രെൻഡായിരിക്കും. ലീഡിങ് ഫിലിം മേക്കേഴ്സ് എല്ലാം തന്നെ യങ്സ്റ്റേഴ്സിനെ വെച്ച് കുറെ സിനിമകൾ ചെയ്യാൻ അവർക്കും ഇൻസ്പിറേഷൻ ഉണ്ടാവും. തീർച്ചയായും പോവാ, സപ്പോർട്ട് ചെയ്യുക. നെറ്റ് വഴി കഴിയാവുന്ന സപ്പോർട്ട് എല്ലാം നിങ്ങളും ചെയ്യാം. താങ്ക് യു. സെവൻസിനെ കുറിച്ച്, സെവൻസ് എന്നല്ല ഏതൊരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു പ്രീ എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡുമായിട്ട് സിനിമ പോകാതിരിക്കാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു എട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഈ സിനിമ പറയാനുണ്ടാവും, ആ രീതിയിൽ പോകുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് നിങ്ങൾക്ക് ഈ സിനിമ ഗംഭീരം അല്ലെങ്കിൽ ഭയങ്കരം എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സീക്വൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, സിനിമക്കുള്ളിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും കാണുക തീർച്ചയായിട്ടും. കാരണം ഇതൊരു ട്രെൻഡ് സെറ്ററിൽ നിന്ന് അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ പോലും ഒരുപാട് നല്ല സിനിമകൾ, യങ്സ്റ്റേഴ്സിന് ബേസ് ചെയ്തിട്ട് സിനിമകൾ ഉണ്ടാവാനുള്ള ഒരു പ്രചോദനമായിരിക്കും ഇത്തരം സിനിമകൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുക, കണ്ടിട്ടായിരിക്കും. നല്ല നിഗൂഢതകളുണ്ടാവും ഈ സിനിമയിൽ. സെവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ടീമാണ്. ജോഷി സാർ, അജയ് വിൻസൻ സാർ, ഇക്ബാൽ പിന്നെ ബിജിപാൽ. അപ്പോൾ നല്ല എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു സിനിമയാണ്. പ്ലസ് ഈ സെവൻസിലെ എല്ലാവരും. അപ്പോ ഇത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പോ ഇതുവരെയുള്ള ഈ മാർക്കറ്റിംഗും ഇതിന്റെ ഈ പോസ്റ്റേഴ്സും നമ്മൾ കണ്ടത് തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ കിട്ടി കാണും. സോ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണും പറ്റുള്ളൂ. സോ ഫാമിലിയായി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. സെവൻസ് ശരിക്കും എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം 3 യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ ഒരാളെന്നാണ് ഞാൻ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, പിന്നെ സിബി മലയിൽ, സത്യനന്ദിക്കാട്. ഈ 3 യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് എൻ്റെ 4ാമത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു ജോഷി സാറ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹിറ്റ് മേക്കർ എന്ന് പറയുന്ന ഒരാളാണ് ജോഷി സാർ. വളരെ എന്താണ് ഓഡിയൻസിന് കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പക്ക മസാല ഫിലിം എങ്ങനെ എടുക്കണം എന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ആളാണ് ജോഷി സാർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ 7 പേരുടെ കൂടെ സിനിമകൾ ചെയ്യാൻ പറ്റി, ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത്രയും എനർജി ഒരു ലൊക്കേഷനിലും ഉണ്ടായിട്ടില്ല. രാത്രി 3 മണിക്ക് ഞങ്ങൾ ഒരു ആക്ഷൻ സീൻ എടുത്തിട്ട് 3 മണിക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ലൈറ്റപ്പ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളൊരു ഹാളിൻ്റെ അകത്ത്, ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ 7 പേർ അതിൻ്റെ അകത്ത് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എനർജി ഒരു ലൊക്കേഷനിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചൻ്റെ ഒരു ഗൈഡൻസ് എന്താണ്, ഒരിക്കലും ഒരു ലിമിറ്റില്ലാത്ത എങ്ങനെ അടിച്ചു പൊളിക്കാം എന്ന് മനസ്സിലായത് ഈ ലൊക്കേഷനിലാണ്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതെല്ലാവരും പോയി കാണണം. ഞങ്ങളെപ്പോലെയുള്ള എല്ലാ പുതിയ ആളുകളെയും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞങ്ങളുടെ സിനിമകൾ ഓടണമെങ്കിലും നിങ്ങൾ വന്ന് കാണണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.